നമസ്കാരം. അജി ജോയ്, മണ്ണടി സ്വദേശം അല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയൊരു ചിത്രകാരനാണ്, ഒരു സകലകലാവല്ലഭനാണ് എന്ന് ആദ്യമേ പറയാം. പിന്നെ ഡിവോഷണൽ സിംഗറാണ്, ഗ്രാഫിക് ഡിസൈനറാണ്, പിന്നെ വേറെ പല മേഖലകളിലും ഉണ്ട്. സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോഗ്രാഫറാണ്, എല്ലാമാണ്. അതെ, സ്ക്രീൻ പ്രിന്റിംഗ് അറിയാം. ഇവിടെ ഒരു ചൂണ്ടക്കട എന്ന് പറയുമ്പോ സാധാരണ ആൾക്കാർ ചൂണ്ടക്കട എന്ന് പറയുന്നത് ഹൈടെക് ചൂണ്ടക്കട. ഇപ്പൊ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു തുടക്കം? ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അതെ, ചെറുപ്പം മുതലേ വരയ്ക്കും. ഒരു ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊഫഷണലായിട്ട് ഇറങ്ങിയത് 15-ാമത്തെ വയസ്സിലാണ്. 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ അഡ്വർടൈസിംഗ് ഇറങ്ങിയത്. ബോർഡ്, പാനർ, അതുപോലെ തന്നെ ഡിസൈനിങ്, അങ്ങനെ ഫോട്ടോഗ്രാഫറായി ഒരുപാട് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മേഖല. പിന്നെ ബോംബെയില്, പിന്നെ ഗൾഫ് രാജ്യങ്ങളില്, അങ്ങനെ നീണ്ട ഒരു യാത്രയായിരുന്നു. ഈ കാൽപാദമേറ്റ് പുളകിതമായ മണ്ണിൽ ഒരുപാടുണ്ട്. അപ്പം ആദ്യം ഒരു ചിത്രകാരനായിരുന്നു. ചിത്രകാരനിൽ നിന്നും ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ജനങ്ങളുടെ അംഗീകാരമാണല്ലോ നമ്മുടെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അന്ന് നന്നായി പഠന കാലയളവിൽ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അല്ലേ? പിന്നീട് ഇനി നമ്മുടെ ലേറ്റസ്റ്റ് ടൈമിലേക്ക് വന്നാല്, ലേറ്റസ്റ്റ് അല്ല എങ്കിലും ഒരു കൊറോണ കാലഘട്ടത്തില് വൈറലായ ഒരു സംഭവമുണ്ട് അല്ലേ? അതായത് ജീവനുള്ള വസ്തുവാണെന്ന് തോന്നിക്കുന്ന കുറെ ചിത്രങ്ങൾ വരച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആ സംഭവങ്ങളല്ലേ? പൊറോട്ട, മത്തിക്കറി, പൊന്മര, അതൊന്ന് കാണിച്ച്, അയലക്കറി, പിന്നെ അതുപോലെ സമയത്ത് ഒരുപാട് ടൈം നമുക്ക് ഉണ്ടായിരുന്നു. കുറെ ചിത്രങ്ങൾ വരച്ചു. നമുക്ക് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ചിത്രങ്ങൾ വരയ്ക്കാം എന്ന രീതിയിൽ വരച്ചതാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ആ സമയങ്ങളിൽ. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വരച്ച സംഭവമല്ലേ? ഇന്നലെ വരച്ച ലൈവായിട്ട് അവിടെ ഇരുന്ന് നിന്ന് തന്നെ ചെയ്തു. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തോളൂ. മലയാളം എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി വരച്ചതായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ അറിഞ്ഞ് കേട്ടത് കൊണ്ടാണ് വരാനും കാണാനും പരിചയപ്പെടാനും ഒപ്പം ഈ ഒരു അറിവ് നമുക്കിപ്പോ ഒരു റസൂൽ പൂക്കുറ്റിയോ ഒരു യേശുദാസോ ഒരു എം ജി ശ്രീകുമാറോ ഒന്നും അവർ മാത്രമാകരുത്. നമ്മുടെ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ, നാടറിയേണ്ട ആൾക്കാരുണ്ട്, ലോകമറിയേണ്ട ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അറിയണം ഇങ്ങനെയൊരു അനുഗ്രഹീത കലാകാരൻ, ഇങ്ങനെയൊരു അനുഗ്രഹീത വ്യക്തിത്വം ഈ മണ്ണടി എന്ന ഈ സ്ഥലത്ത് ഉണ്ട് എന്ന് അവരുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരാനും കാണാനും സംസാരിക്കാനും ഇടയായത്. നല്ലൊരു സിംഗർ കൂടിയാണ് അല്ലേ? ഒരു പാട്ട് പാടാലോ? ഞാനിപ്പം പാടുള്ള അവസ്ഥയിലല്ല. ശരി. അപ്പൊ ഇനി എന്താണ് ലക്ഷ്യം? എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മള് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രാക്ടീസ് നമുക്ക്. ഒരുപാട് നാൾ വർക്ക് ചെയ്യാതിരുന്നു, കുറച്ച് നാൾ ഒരു ചെറിയൊരു രോഗമൊക്കെ വന്നായിരുന്നു, ട്രീറ്റ്മെന്റിലായിരുന്നു. ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എങ്കിലും ആ സമയങ്ങളിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ട്. വർക്കിലേക്ക് ഇറങ്ങണം, ജോലി ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പോലെ ആൾക്കാരാണ് നമുക്കൊരു പ്രോത്സാഹനം തരുന്നത്. ആ രോഗം മാനസികമായിട്ട് അലട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഏതൊരു രോഗവും ഏതൊരാളെ അലട്ടും. എന്നാലും പിന്നെ രോഗം എന്ന് പറഞ്ഞ മനുഷ്യന് വരുള്ളൂ. ഈ ഒരു കല എന്ന ഒരു സബരിയ കലാംശം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇതൊന്നും
ഗൾഫിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഇതൊക്കെ അവര് പറയുന്നല്ലേ വലിയ വലിയ അല്ലേ? കാരണം ഇതിനെയൊന്നും നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷി ഈ കലാകാരന്മാർക്ക് കൂടുതലാണ്. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ രോഗത്തിന്റെ ഒരു ചിന്തയൊന്നുമില്ല. നമ്മളെപ്പോഴും ഫുൾ ടൈം ബിസിയാണ്. നമുക്ക് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക, അങ്ങനെ കടയുണ്ട്, കടയിൽ പല പല കാര്യങ്ങൾ, കസ്റ്റമറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ആക്ടിവിറ്റീസില് നിന്നുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്തും മാനസിക ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഫോട്ടോ, പഴയ ഫോട്ടോ അല്ലേ, പഴയ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതിനെ നല്ല നാടൻ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാല് നല്ല കിടുക്കാച്ചിയായി വരച്ചു വിടുന്നു അല്ലേ? ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു, വളരെ ജീവനുള്ള ഫോട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവ് കൂടിയാണ്. നമ്മുടെ പരിചയമുള്ള ആൾക്കാര് പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യം നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പേര് പറയും. അപ്പൊ അത് ഒരു ഭാവിയിലേക്കുള്ള അതും ഒരു ചവിട്ടുപടി, എല്ലാം ഓരോ ചവിട്ടുപടികളാണല്ലോ. അപ്പൊ അതായത് കലാകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു ഒരു പടി, പിന്നെ അടുത്ത പടി കയറി പല പടികൾ നമ്മൾ കയറിയിരിക്കുക. ഇതും അതുപോലൊരു പടിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു പരസ്യകലയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ? ഒരുപാട് പരസ്യകല ചെയ്തിട്ടുണ്ട്. പരസ്യകല എന്താ പറയാ, കലാ ഫീൽഡിൽ മിക്കവാറും വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, പാട്ട് പാടും, പിന്നെ ഡ്രോയിങ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ സിവിലിനകത്ത് മോൾഡിങ്, അങ്ങനെ ഓരോ വർക്കുകളൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ അറിയപ്പെട്ടേക്കാം, നമ്മള് തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ പരസ്യകല, പക്ഷെ ഈ പേര് വന്നേക്കാം. അപ്പം ഇനി അങ്ങോട്ടുള്ള പ്രയാണം തീർച്ചയായിട്ടും സന്തോഷകരമാകട്ടെ, കൂടുതൽ അറിയപ്പെടണം. ഈ ഇപ്പം നിലവിൽ എന്തെല്ലാം ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സകലകലാവല്ലഭനാണെന്ന് പറഞ്ഞത്. അപ്പം ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള ആൾക്കാരിൽ നിന്നുണ്ടാകും. അപ്പം നാളത്തെ എന്താ പറയുന്നത്, ഇതിനൊരു ചിത്രകല എന്നോ, ചിത്രകല എന്നതിനപ്പുറത്തേക്ക് ഇതിനെ അറിയപ്പെടുന്ന ഈ കലാപരമായ കഴിവ് മലയാളക്കര അംഗീകരിക്കും. അപ്പം അംഗീകരിക്കുവാൻ മലയാളത്തിന്റെ ഈ കലാമേഖലകളിൽ തങ്കലിപികളാണ് ഈ പേര് എഴുതി ചാർത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എനിക്ക് ചൂണ്ടക്കടയിൽ കാണാം. ഒപ്പം അവിടെ നിന്ന് വരയ്ക്കുമല്ലോ, അതായത് സ്പോട്ടിൽ നിന്നുകൊണ്ട് വരയ്ക്കുകയാണ് അല്ലേ? ഓർഡർ അനുസരിച്ച് അല്ല, അങ്ങനെ വരയ്ക്കാനുള്ള നിമിഷ ചിത്രകാരൻ അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ അറിവില് ഇങ്ങനെ, ഞാനത് ആദ്യമേ ചോദിച്ചത്, പിന്നെ പഴയ ഫോട്ടോ തന്നിട്ട് അതിനെ എണ്ണച്ചായ ചിത്രമാക്കി നല്ല വെടുപ്പോടെ, നല്ല അത് മുമ്പേ പറഞ്ഞ പോലെ ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഗുമ്മ് കിട്ടുന്ന രീതിയിൽ ഇത് പുള്ളി വരച്ചു കൊടുക്കും കേട്ടോ. ഇദ്ദേഹത്തിന്റെ നമ്പർ കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. കാരണം ആവശ്യക്കാര് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യട്ടെ, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യട്ടെ. ഇപ്പൊ ഈ മേഖലയിൽ ഒരു വെല്ലുവിളി പാലിക്കുവാൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥിക്കുന്നു എല്ലാത്തിലും. ഓക്കെ, നമസ്കാരം. അപ്പം ഇതാണ് നമ്മുടെ ചൂണ്ടക്കട അല്ലെ? അതായത് G&S സ്റ്റോഴ്സ്, തുവയൂർ സൗത്ത്, മണ്ണടി. ഫോൺ നമ്പർ ഉണ്ട് 7902862551. ഇവിടെ നല്ല ചൂണ്ടയിടാൻ പറ്റിയ ഒരു അന്തരീക്ഷം. അപ്പുറത്ത് കല്ലടയാണ്.
ഇതൊരു പ്രശാന്ത സുന്ദരമായ സ്ഥലം കൂടിയാണ് അല്ലേ? ഓ, അവിടെ ഇരുന്നാണ് വരച്ചത്. അപ്പൊ എന്ത് ചൂണ്ടയിടുന്ന ഐറ്റംസ്, ചൂണ്ടയിടുന്നത് മീനെ പിടിക്കുന്ന ഫ്രോഗുകൾ, വരാലിനൊക്കെ പിടിക്കാൻ അങ്ങനെ ഐറ്റം ലൂറുകളുണ്ട്. പിന്നെ റീലുണ്ട്, മീനെ പിടിക്കുന്ന റീലുകൾ. ആധുനിക സംവിധാനങ്ങളാണ്. ഇങ്ങനെ ഇതിന് റോഡുണ്ട്, സ്റ്റിക്ക് എന്നൊക്കെ ഇതൊക്കെ നമ്മള് മീനെ പിടിക്കും. ആവശ്യക്കാരോട് വരുന്നുണ്ട്. അതെ അതെ, ഇതിനകത്തല്ലേ ഇതല്ലേ ഇതിന്റെ മെയിൻ സാധനം, സ്റ്റിക്ക്. ഓ ശരി. അപ്പൊ ഈ സാധനമൊക്കെ ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. ഓൺലൈനിൽ അയച്ചു കൊടുക്കും. അപ്പൊ ഓൺലൈനിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഇത് തന്നെയാണ്? ആ നമ്പർ തന്നെ. ആ നമ്പർ തന്നെയാണ് അല്ലേ? ഇത് വാട്സപ്പ് നമ്പർ കൂടിയാണ് അല്ലേ? കൊറിയർ അയച്ചു കൊടുക്കും. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഈ മീനൊക്കെ ഇത് ചൂണ്ടയിടുന്ന സമയത്ത് എല്ലാം പിടിക്കും അല്ലേ? ഇവരിങ്ങനെ നോക്കി നോക്കിയൊക്കെ വന്ന് ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകത്തൊന്നുമില്ലല്ലോ അല്ലേ? ഓ സാധാ ഹുക്ക്. ആ പഴയ രീതി. കരിമീന് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കായല്, കടലിൽ ശരി. അപ്പൊ ഒരുപക്ഷെ നാളെ മീനെല്ലാം കൂടെ ചേർന്ന് ചിലപ്പോ ഇവിടെ സമരത്തിന് വന്നേക്കും. ഞങ്ങളെ പിടിക്കാൻ, ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നെന്നും പറഞ്ഞ് ഇവരെല്ലാം കൂടെ കൊണ്ട് സമരം ചെയ്യാൻ വരുമോ? ആ അല്ല, അത് തന്നെ ഞങ്ങളുടെ തലമുറയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പക്ഷേ അല്ല, മീൻ ഞങ്ങളുടെ പിള്ളേരെ മൃഗങ്ങളൊക്കെ അവര് രാവിലെ കളിക്കാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ ആൾക്കാർ ഇതും കൊണ്ട് അങ്ങോട്ട് പിടിക്കാൻ ചെല്ലുന്നത്. ഓ അത് ശരി. ആ വീശുവല അല്ലേ? എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു മീനെ പിടിക്കാൻ ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് അല്ലേ? ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഇവിടുന്ന് കടമ്പനാട് നിന്ന് പാകിസ്ഥാൻ മുക്കുന്ന് നമ്മുടെ പാണ്ടിമലപ്പുറം സ്കൂള് കഴിഞ്ഞ് അല്ലേ? അല്ല അങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. രണ്ട് റൂട്ട്. ആ ഓക്കെ, പാകിസ്ഥാൻ മുക്ക് വഴിയുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ബോർഡ് കാണാം. G&S സ്റ്റോഴ്സ് തുവിയൂർ സൗത്ത്, മണ്ണടി. ഫോൺ നമ്പർ ഉണ്ട് 7902862551. പിന്നെ ഇതാണ് നമ്മുടെ അതുല്യ കലാകാരൻ. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഈ ചൂണ്ടയിടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഓൺലൈനിൽ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകൾ കണ്ടും കേട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിന് സമീപിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇതുപോലൊരു കലാകാരനെ പരിചയപ്പെട്ടതിൽ, ഒരു ബഹുമുഖ പ്രതിഭയെ പരിചയപ്പെട്ടതിൽ. പക്ഷെ പാട്ട് പാടിയില്ല, ഇനി വരുമ്പോ ഒരു പാട്ട് പാടണം. ഓക്കെ, വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. ഓക്കെ, താങ്ക് യു.